തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. തിമോഥെയോസ് 2-ാം അധ്യായം 1 മുതൽ 13 വരെ നമുക്ക് വായിക്കാം. നമുക്ക് വായിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബൈബിളിൽ 1332, പള്ളിയിലെ ബൈബിളാണെങ്കിൽ 1332, Epistle of Paul to Timothy, second letter of Timothy, 2nd chapter, verse 1 to 13. കർത്താവായ ദൈവമേ, ഞങ്ങളിന്ന് രാവിലെ അങ്ങേ സ്തുതിക്കുവാൻ, ആരാധിക്കാനും വിളിച്ചു കൂടി നന്ദി പറയാനും കേൾക്കാൻ പോകുന്ന വചനം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ജ്ഞാനമുള്ള ദൈവമേ, ജ്ഞാനിയായ ദൈവമേ, ഞങ്ങൾക്ക് ജ്ഞാനം പ്രകാശിപ്പിക്കണമേ. ഇത് വചനങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് പ്രത്യേകം ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. കേൾക്കുന്ന വചനം പ്രാവർത്തികമാക്കാനായിട്ട് ഞങ്ങൾക്ക്, പ്രതികൂല സാഹചര്യങ്ങൾ ജീവിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ശക്തി എന്നാണ്. പിതാവായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒരാൾക്ക് വായിക്കാം. 2 തിമോത്തി 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ മയക്കെടുത്ത് വായിക്കണം. വായിക്കുന്ന ആള്. എന്റെ മകനെ, ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യനെ ഭരമേൽപ്പിക്കുക. ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ലു കിട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ചു കഷ്ടം സഹിക്കുന്നു. ദൈവജനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള രക്ഷ നിത്യ തേജസ്സിനോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലതും സഹിക്കുന്നു. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുന്നു എങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. നാം അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. തിമോഥെയോസിന്റെ ലേഖനമാണ് വായിച്ചത്. പൗലോസ് തിമോഥെയോസിനോട് എന്താ പറയുന്നത്? എന്റെ മകനെ, ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുത്തിച്ചു. യേശുവിന്റെ കൃപയിലാണ് നമ്മൾ ശക്തിപ്പെടുന്നത്. ലോകത്തുള്ള ബാക്കി മനുഷ്യരുടെ അത്രയും ബുദ്ധിയോ കഴിവുകളോ ഒന്നും നമുക്കില്ലായിരിക്കും. ബുദ്ധിയുള്ളവരും കഴിവുള്ളവരും ഉണ്ട് വിശ്വാസികളുടെ കൂട്ടത്തിൽ. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ബുദ്ധി കുറഞ്ഞവരും ശക്തി ഇല്ലാത്തവരൊക്കെയാണ്. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് നേരത്തെ പറഞ്ഞാൽ നമ്മൾ യേശുവിന്റെ പ്രത്യേക കൃപയാലാണ് നമ്മൾ ഓരോ ദിവസവും നീങ്ങുന്നത്. ബാക്കിയുള്ള മനുഷ്യരെ പോലെ നമുക്കും കള്ളം പറയണമെന്ന് ആഗ്രഹമുണ്ട്. ബാക്കിയുള്ള മനുഷ്യരെ പോലെ നമുക്കും ചെറിയ ചെറിയ മോഷണങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, വഴക്കൂടാൻ ആഗ്രഹമുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. പക്ഷേ വ്യത്യാസം എന്താണ്? ജീവനുള്ള ദൈവം, എനിക്ക് വേണ്ടി കുരിശിൽ വച്ച ദൈവത്തിന്റെ പ്രത്യേക കൃപ അവസ്ഥയിലായിരിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകമായിട്ടുള്ള ബാക്കിയുള്ള മനുഷ്യരെക്കാളും എനിക്ക് പ്രത്യേകതകൾ ഉണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ മേന്മയല്ല, യേശു നമ്മളെ കൃപയിൽ ഇരുത്തിയിരിക്കുന്നതിനുള്ള മേന്മയല്ല. അത് എന്റെ പാരമ്പര്യം കൊണ്ടോ എന്റെ പ്രത്യേകമായി ഞാൻ പഠിച്ച ബുദ്ധി കൊണ്ടോ ഒന്നും അല്ല. യേശു ക്രിസ്തുവിന്റെ കൃപയിലായിരിക്കുന്നത് കൊണ്ടാണ് ബാക്കി ഭൂമുഖത്തുള്ള മനുഷ്യരെക്കാളും എനിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ ഉള്ളത്. അത് നമുക്ക് ആർക്കും ഒരു മേന്മയും പറയാനും ഇല്ല. കാരണം ലോകത്തുള്ള മനുഷ്യരെ നോക്കിക്കോ, നമ്മളെക്കാളും എന്തുമാത്രം മിടുക്കരായ മനുഷ്യരാണ് ലോകത്തുള്ളത്. പക്ഷേ നമ്മള് അതിന്റെ ഇടയ്ക്ക് നമ്മള് ഒരു മിന്നാമിനിങ് വെട്ടം പോലെ നമ്മള് പ്രശോഭിക്കുന്ന എന്തുകൊണ്ടാണ്? യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മളിൽ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് കള്ളം പറയാതിരിക്കാനും, കുറച്ച് മോഷ്ടിക്കാതിരിക്കാനും, കുറച്ച് സത്യസന്ധത കാണിക്കാനും ഒക്കെ നമുക്ക്
ദൈവം പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് പ്രത്യേകമായിട്ടുള്ള ശക്തി തരും. ആരെങ്കിലും ഞാൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല, ഞാൻ ഇതുവരെ പാപം ചെയ്തിട്ടില്ല, ഞാൻ ഇതുവരെ മോഷണം ചെയ്തിട്ടില്ല, ഞാൻ ഇതുവരെ വ്യഭിചാരം ചെയ്തിട്ടില്ല, ഞാൻ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, അത് സ്വന്തം മേന്മ കൊണ്ടാണ് പറയുന്നതെങ്കിൽ ആ വ്യക്തിക്ക് യേശുക്രിസ്തുവിന്റെ ആവശ്യമില്ല. വേറൊരു വ്യക്തി പറയാണ് ഞാൻ ഇതെല്ലാം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ അത് യേശുക്രിസ്തു എന്നെ പ്രത്യേകമായിട്ട് സഹായിക്കുന്നത് കൊണ്ടാണ്. ആ സഹായത്തിനാണ് പറയുന്നത് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ കൃപയിലായിരിക്കുന്നു. അപ്പൊ പൗലോസ് എന്താ പറയുന്നത്? എന്റെ മകനെ യേശുക്രിസ്തുവിലുള്ള കൃപയിൽ നീ ശക്തിപ്പെടുക. രണ്ടാമത്തെ വചനം, നീ അനേകം സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെന്നതാണ് എഴുതിയിരിക്കുന്നത്. നീ അനേക സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ മനുഷ്യരെ പരമേൽപ്പിക്കുക. അതായത് അത് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ വാക്ക് വ്യത്യാസമുണ്ട്. എന്നോട് നല്ല എന്നിൽ നിന്നും കേട്ടതാണ് എഴുതുന്നത്. പക്ഷെ അത് ബൈബിളിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. പൗലോസ് എന്താ ഉദ്ദേശിക്കുന്നത്? പൗലോസ് തിമോത്തിയോസിനെ പഠിപ്പിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ കേട്ടു. അപ്പൊ അനേകം ആൾക്കാരുടെ മുമ്പിൽ വെച്ചാണ് തിമോത്തിയോസിനെ പൗലോസ് പഠിപ്പിച്ചത്. അനേക സാക്ഷികളുടെ മുമ്പാകെ എന്നിൽ നിന്ന് കേട്ടതല്ല മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ നീ കഴിവുള്ള വിശ്വസ്തരായ ആൾക്കാരെ ഫലമേൽപ്പിക്കണം. ഞാൻ ഒരു വചനം കേട്ടിട്ടുണ്ടെങ്കിൽ അത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ, ആ വചനം എന്നിൽ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിൽ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്, എന്റെ പങ്കെടുക്കുക എനിക്ക് മോഷ്ടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ എന്തുകൊണ്ട് മോഷ്ടിക്കുന്നില്ല? കാരണം യേശുക്രിസ്തുവിന്റെ കൃപയിൽ അറിയിക്കുന്നത് കൊണ്ട് എനിക്ക് മോഷ്ടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ മോഷ്ടിക്കുന്നില്ല. എനിക്ക് കള്ളം പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും, എനിക്ക് പൊങ്ങച്ചം പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും യേശുക്രിസ്തുവിന്റെ കൃപയിലായിരിക്കുന്നത് കൊണ്ട് എനിക്കറിയാം എനിക്ക് യേശുക്രിസ്തുവിന്റെ കൃപയല്ലാതെ എനിക്ക് വേറെ ഒന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് പൊങ്ങച്ചം പറയേണ്ട ആവശ്യമില്ല, എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല, എനിക്ക് മറ്റുള്ള ദുഷിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എന്ത് തന്നെയാണ്, എനിക്ക് എന്തെങ്കിലും മേന്മയുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു എനിക്ക് തന്നത് കൊണ്ടാണ്, യേശുക്രിസ്തുവിന്റെ കൃപയിലായിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ മേന്മയൊക്കെ എനിക്ക് കാണിക്കാനായിട്ട് പറ്റുന്നത്. അത് എനിക്കൊരു അഹങ്കാരത്തിന് അതിനകത്ത് വകയില്ല. അപ്പൊ പൗലോസ് എന്താണ് പറയുന്നത്? നീ എന്നിൽ നിന്ന് പഠിച്ച കാര്യങ്ങള്, തിമോത്തിയോസ് നല്ല ഒരു ശിഷ്യനായിരുന്നിരിക്കണം, അവർക്കുള്ള പ്രത്യേക ലേഖനം തന്നെ തിമോത്തിയോസ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്താ പറയുന്ന പൗലോസ്? നീ എന്നിൽ നിന്ന് കേട്ട കാര്യങ്ങള് നീ മറ്റുള്ളവരെ ഫലമേൽപ്പിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു അപ്പോസ്തലന്മാർക്ക് പഠിപ്പിച്ചു. അതിനുശേഷം പൗലോസ് യേശുക്രിസ്തുവിനെ കണ്ടതായിട്ട് പറയുന്നില്ല. പൗലോസ് എന്താ പറയുന്നത്? ഒരു വെളിപാട് വഴിയാണ് എനിക്കിതെല്ലാം വെളിവാക്കപ്പെട്ടത്. പൗലോസിന് നമ്മൾ വായിക്കുന്ന ഈ പഴയ നിയമങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കാണാപ്പാടം തന്നെ ആയിരുന്നിരിക്കണം. എന്നിട്ട് പറയുന്ന ഒരു വെളിപാട് വഴിയാണ് എനിക്ക് ഇതെല്ലാം വെളിവാക്കപ്പെട്ടത്. യേശുക്രിസ്തുവിന്റെ രഹസ്യങ്ങൾ, യേശുക്രിസ്തുവിന്റെ പഠനങ്ങൾ, യേശുക്രിസ്തുവിന്റെ സുവിശേഷമെല്ലാം ഒരു വെളിപാട് വഴിയാണ് ഫരീസയനായ ജ്ഞാനിയായ പൗലോസ് പറയുന്നത്. എനിക്കിതെല്ലാം ഒരു വെളിപാട് വഴിയാണ് കിട്ടിയത്. ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ പൗലോസ് പറയുന്നു, എനിക്ക് സുവിശേഷത്തിന്റെ രഹസ്യങ്ങൾ കിട്ടിയത് യേശുക്രിസ്തുവിന്റെ ഒരു വെളിപാട് വഴിയാണ്. അപ്പം യേശുക്രിസ്തു അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചു, പൗലോസിനെ പഠിപ്പിച്ചു, പൗലോസിനെ പോലെ തന്നെ ഒരുപാട് ആൾക്കാരെ വെളിപാട് വഴി പഠിപ്പിച്ചു കാണും. അടുത്ത പറയുന്നത്, ക്രിസ്തു യേശുവിന്റെ നല്ല പടനായി നീയും എന്നോട് കൂടെ കഷ്ടത സഹിക്കുക. എന്താ പറയുന്നത്? നമ്മുടെ ചില ആൾക്കാർ പറയും, നമ്മൾ യേശുവിനെ അറിഞ്ഞപ്പം എന്റെ രോഗം മാറി, യേശുവിനെ അറിഞ്ഞപ്പം എന്റെ കടം മാറി, യേശുവിനെ അറിഞ്ഞപ്പം എന്റെ എക്സാമിന് പാസ്സായി, യേശുവിനെ അറിഞ്ഞപ്പം എനിക്ക് അത് കിട്ടി, ഇത് കിട്ടി, നല്ല കാര്യങ്ങൾ കിട്ടിയത് മാത്രം നമ്മൾ പറയും. അതാണ് ആ പൗലോസ് ഇവിടെ പറയുന്നത്. നീ ക്രിസ്തു യേശുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടതകൾ സഹിക്കുക. അപ്പം കഷ്ടപ്പാടുകൾ ഉണ്ടാകും എന്നാണ് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് ഇവിടെ വീണ്ടും എടുത്തു പറയുന്നു, യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടതകൾ സഹിക്കുക. എന്താണ് പടയാളികൾ ചെയ്യുന്നത്? പടയാളി എന്ന് പറയുമ്പോൾ എന്താണ് പടയാളി? പടയാളി എന്താ? യുദ്ധത്തിന് പോകുന്ന ആള്, ഷിജു പറഞ്ഞു. അവരെന്താ ചെയ്യുന്നത്? അവര് ഏത് രാജ്യത്തിന്റെ പടയാളിയാണോ ആ രാജ്യത്തിന്റെ സുരക്ഷതയ്ക്ക് വേണ്ടി അവര് ജോലി ചെയ്യും. അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവര് ജോലി ചെയ്യും. അതാണ് ഒരു പടയാളിയുടെ ജോലി.
നമ്മൾ ക്രിസ്തു യേശുവിന്റെ പടയാളിയാണെങ്കിൽ നമ്മൾ ക്രിസ്തു യേശുവിന്റെ രാജ്യത്തിന് വേണ്ടി ആ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ജോലി ചെയ്യണം. അതാണ് തിമോത്തിയോസിനോട് പൗലോസിന് പറയാനുള്ളത്. നീ ക്രിസ്തു യേശുവിന്റെ നല്ല പടയാളിയെ പോലെ നീ കഷ്ടതകൾ സഹിക്കുക. അതായത് പടയാളികള് നമുക്കറിയാം, കൊച്ചായിരിക്കുമ്പോഴായിരിക്കും ഇവരെല്ലാരും അത് ചേരുന്നത്, മിലിറ്ററിയിലോട്ട് ചേരുന്നത്. ചേർന്ന് കഴിഞ്ഞാൽ അവർ എത്രയോ വർഷങ്ങളുടെ കായികാഭ്യാസം, അവരുടെ ട്രെയിനിങ് വളരെ പ്രയാസപ്പെട്ടാണ് അവര് ട്രെയിനിങ് നടത്തുന്നത്. ആ ട്രെയിനിങ്ങിന് ശേഷമാണ് ഇവരെ അതിർത്തി സംരക്ഷിക്കാനായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് ഇവരെ വിടുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് എളുപ്പമാണ്, അവിടെയും കഷ്ടപ്പാടാണ്. ശത്രുക്കൾ അവരെ നിരന്തരമായിട്ട് അവരെ നോട്ടമിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് പീഡനങ്ങളൊക്കെ സഹിക്കുകയും വളരെ ക്രൂരമായി കൊല്ലപ്പെട്ട പടയാളികളെ കുറിച്ച് നമുക്കറിയാം. അതാണ് പടയാളികളുടെ ജോലി. അപ്പൊ അവർക്ക് നമ്മൾ വിചാരിക്കും അവർക്ക് നല്ല ശമ്പളമുണ്ട്, അവർക്ക് മരണം വരെ അവർക്ക് കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള ശമ്പളം ഗവൺമെന്റിൽ നിന്ന് കിട്ടും, ഇന്ത്യ ഗവൺമെന്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അവര് നല്ല എളുപ്പമുള്ള ജോലിയാണ് അവിടെ ചെയ്യുന്നത്. കഷ്ടപ്പെട്ട ജോലിയാണ് അവര് ചെയ്യുന്നത്. അവര് കഷ്ടപ്പെട്ട് ഈ നമ്മളെ ഇന്ത്യൻ പടയാളികള്, ഇന്ത്യൻ മിലിറ്ററി ജോലി ചെയ്യുന്ന പടയാളികള് കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇന്ത്യക്കാരായ നമ്മള് സുരക്ഷിതമായിട്ട് ഇന്ത്യക്കകത്ത് ജീവിക്കുന്നത്. അല്ലേ? കടലിലായാലും വ്യോമസേനയായാലും ഏത് മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായാലും അവര് അവരുടേതായ മേഖലകളിൽ ഇന്ത്യ രാജ്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. അതിനകത്ത് കുറെ ആൾക്കാർ തിന്മ ചെയ്യുന്നവരുണ്ട്, അവർ ശത്രുവിനോട് ചേർന്ന് ഇന്ത്യ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാർ അതിന്റെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അവരുടെ ദൗത്യം, അവരുടെ ഉത്തരവാദിത്വം എന്താണ്? അവരെ ഇന്ത്യ ഗവൺമെന്റ് അവരെ എടുത്തിട്ടുണ്ടെങ്കിൽ, റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ് അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം എന്താണ്? ഇന്ത്യയിലുള്ള ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് എന്താ? നീ ക്രിസ്തു യേശുവിന്റെ വിശ്വസ്തനായ പടയാളിയെ പോലെ കഷ്ടതകൾ സഹിക്കുക. നമ്മൾ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ പടയാളികളാണ്. നമ്മൾ പറയുന്നത് എപ്പോഴും കേൾക്കും, സൈനികളുടെ കർത്താവ്. അതായത് പടയാളികളെ നയിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അതായത് നമ്മുടെ ഈ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ പടയാളി ആയിരിക്കുന്ന നമ്മൾ ഭടനാണെങ്കിൽ നമ്മളെ നയിക്കുന്നത്, നമ്മുടെ ഈ ജോലിക്ക് എടുത്തിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവിനോട് ആത്മാർത്ഥത കാണിക്കുക. നമ്മൾ അതുകൊണ്ട് തന്നെ കഷ്ടത സഹിച്ചാലും നമ്മുടെ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കണമെന്നാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്. തന്നെ പടയാളിയായി തിരഞ്ഞെടുത്തവരെ പ്രസാദിപ്പിക്കേണ്ടതിന് ഒരു പടയാളി ദൈനംദിന ജീവിത കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. അത് നമ്മൾ യേശുക്രിസ്തുവിന്റെ പടയാളിയായി ജോലി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ജോലി എന്തായിരിക്കണം? പടയാളി ചെയ്ത ജോലിയായിരിക്കണം. ഇന്ത്യൻ മിലിറ്ററി ജോലി ചെയ്യുന്ന ആള്, എന്റെ അപ്പൻ നാട്ടില് ഭയങ്കര 1000 ഏക്കർ റബ്ബർ ഉടമസ്ഥനായതുകൊണ്ട് ഞാൻ കുറച്ചു നേരം പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ? എന്റെ അപ്പന് 1000 ഏക്കർ റബ്ബർ തോട്ടം ഉള്ളത് കൊണ്ട് എനിക്ക് പാർട്ട് ടൈം ജോലി മതി എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് സമ്മതിക്കും. ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ സമയവും ജോലി ചെയ്യണം. അതാണ് നമ്മൾ നിന്ന് ആവശ്യപ്പെടുന്നത്. അതുപോലെ ക്രിസ്തു യേശുവിന്റെ ഒരു പഠനമായിട്ട് ക്രിസ്തു യേശു നമ്മളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? ഈ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിലുള്ള ആൾക്കാരെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അവര് നമ്മുടെ ആരെങ്കിലും ഇന്ത്യയിലായിട്ട് ജീവിക്കുന്ന ആരെങ്കിലും നമ്മൾ എല്ലാ ദിവസവും പാകിസ്ഥാൻ അതിർത്തി കിടക്കുന്നവര്, ലഡാക്കിന്റെ അതിർത്തി കിടക്കുന്നവര്, ചൈനയുടെ അതിർത്തി കിടക്കുന്നവരെ ഓർത്ത് വിഷമിക്കാറുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതം സ്വന്തം സ്വന്തമായിട്ടൊക്കെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. ചില ആൾക്കാർ എന്തെങ്കിലും ചോർത്ത് പ്രാർത്ഥിക്കാറുണ്ട്, അതുകൊണ്ട് അത് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഭൂരിപക്ഷം 99% ആൾക്കാർ അതിനെ കുറിച്ചൊന്നും ആലോചിക്കാം. അവര് ജോലി ചെയ്യുന്നു, നമ്മൾ സുരക്ഷിതരായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ നമ്മുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ആൾക്കാര് അവരെ സംരക്ഷിക്കേണ്ട ചുമതല അവരെ കേട്ടാലും ഇല്ലെങ്കിലും, അവർ സഹകരിച്ചാലും ഇല്ലെങ്കിലും അവരെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. അവർ സഹകരിക്കണമെന്നില്ല. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുറം രാജ്യങ്ങളുടെ സുവിശേഷം പ്രസംഗിക്കുന്ന
ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് ജനങ്ങള് പള്ളി വരുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നത് ജനങ്ങൾ ആടുകളെ പോലെയാണ്, അവർക്ക് ബോധമില്ല. ആടുകൾക്ക് ബുദ്ധി കുറവില്ല. സാധാരണ മൃഗങ്ങളുടെ അത്രയും ബുദ്ധി ഉള്ളതായിട്ട് ബുദ്ധി കുറവാണ്. അപ്പൊ നമ്മൾ പറയും ആട് അവിടെ ഈ റോഡ് കടക്കണം, കാർ വരുന്നെങ്കിൽ ആട് അറിയാം, ആട് കടന്നു പോകും. ഈ ആട്ടിനെ പറയും ഇങ്ങോട്ട് നിൽക്കാൻ പറയും, ആടിക്കാൻ അവന്റെ ഭാഷയെ പറയുമായിരിക്കും, പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അവരെന്താ അവർക്ക് അടിഞ്ഞടഞ്ഞ് നടക്കും ആളുകൾ. കാരണം ആട്ടിന്റെ ജോലി എന്താ, അവരെ കൂട്ടി ചേർത്ത് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകണം. അതുപോലെ ആയിരിക്കണം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാര്. നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കും. യേശു ദൈവമാണ്, യേശു ജീവനുള്ള ദൈവമാണ്, യേശു മരിച്ചെന്ന് ഉയർത്തെഴുന്നേറ്റ്, നമ്മൾ ഉയർത്തെഴുന്നേറ്റ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷെ കേൾക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു ആളുകളെ പോലെയാണ്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ് എന്റെ ആ സുഹൃത്ത് പറയുന്നത്. അവിടെ യേശു ആട്ടിടന്റെ ആട്ടിടന്മാരെ പോലെ ആയിരിക്കണം. അത് അന്നത്തെ സാഹചര്യം, അന്നത്തെ ആൾക്കാരുടെ ജോലി ആയതുകൊണ്ട് മാത്രം എനിക്ക് തോന്നി. ഇപ്പൊ ആലോചിച്ചാൽ അങ്ങനെ തന്നെയാണ്. ആളുകളാണെങ്കിൽ അടിഞ്ഞടഞ്ഞ് കിടക്കുന്നത്. നമ്മള് ക്രിസ്തു യേശുവിന്റെ പടനാണെങ്കിൽ, നമ്മൾ നല്ല ആട്ടിടയനാണെങ്കിൽ, ആട്ടിടയൻ ആളുകളെ സംരക്ഷിക്കുന്നത് പോലെ ഒരു രാജ്യത്തിന്റെ പടൻ ആ രാജ്യത്തിന്റെ ആൾക്കാർ അവര് ബഹുമാനിച്ചാലും ഇല്ലെങ്കിലും അവരെ സംരക്ഷിക്കുന്നത് പോലെ ഈ പൗലോസ് തിമോഥെയോസിനോട് പറയാണ്, ഈ നല്ലൊരു പടയാളികളെ പോലെ ക്രിസ്തു യേശുവിന്റെ നല്ല പടയാളിയെ പോലെ നീ കഷ്ടതകൾ സഹിക്കുക. അപ്പൊ നമ്മൾ തിരിച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായാലും നമ്മൾ അത് വിഷമിക്കുന്ന കാരണം അത് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു യേശുവിന്റെ പടയാളിയായിട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തെങ്കിൽ നമുക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ ആദ്യം എന്താ പൗലോസ് പറയുന്നത്, തിമോഥെയോസിനോട് പറയുന്നത്, നീ ഒരു ഭടനെ പോലെയാണ്. അതുകൊണ്ട് ജോലിയിലേക്ക് എടുത്ത ആളിനോട് നീ ആത്മാർത്ഥത കാണിക്കുക. കഷ്ടപ്പാടുണ്ടായാലും കുഴപ്പമില്ല, കഷ്ടപ്പാടുണ്ടാകും. അപ്പൊ ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞാണ് ആടുകളെയും ആട്ടിടയന്റെയും ഉപമ പറഞ്ഞത്. അടുത്ത കാര്യം പറയുന്നത് 5-ാം വാക്യം. ഒരുവൻ മത്സരിക്കുന്നുവെങ്കിൽ അവൻ നിബന്ധനകൾ അനുസരിക്കുന്നില്ലെങ്കിൽ കിരീടം പ്രാപിക്കുന്നില്ല. ഞാനൊരു ഓട്ട മത്സരത്തിന് പോവുകയാണ്. എനിക്ക് നല്ല സ്പീഡിന് ഓടാൻ പറ്റും. ചിലപ്പം ലോകത്തുള്ള ഏറ്റവും വേഗത കൂടിയ മനുഷ്യരെക്കാളും ഓടാൻ എനിക്ക് പറ്റുമെങ്കിലും എനിക്ക് നിയമങ്ങൾ അറിയണം. ആ നിയമാനുസൃതം ഓടിയാൽ മാത്രമേ എനിക്ക് ഒളിമ്പിക്സിൽ പോയാൽ പ്രൈസ് കിട്ടത്തുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ സ്പീഡ് ഉള്ളത് കൊണ്ട് എനിക്ക് അവര് 1ാം സമ്മാനം തരത്തില്ല. അവർക്ക് കുറച്ച് നിയമങ്ങളുണ്ട്. അവരൊരു ട്രാക്ക് വരച്ചിട്ടുണ്ട്. ആ ട്രാക്കിനകത്തൂടെ ഓടണം, ഇന്ന രീതിയിൽ ഓടണം, ഇന്ന സ്പീഡിന് ഓടണം. ഇപ്പുറത്തെ ട്രാക്കിലൂടെ ഓടുന്നവരെ ശല്യപ്പെടുത്താൻ പാടില്ല, അവരെ തോൽപ്പിക്കാനായിട്ട് മനഃപൂർവ്വം ചെയ്യാൻ പാടില്ല, നമ്മുടെ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഡ്രഗ്സ് എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നിയമങ്ങൾ അവർക്കുണ്ട്. എല്ലാ നിയമങ്ങളും പാലിച്ച് ഓടി തീർക്കുന്ന ആൾക്ക് മാത്രമേ 1ാം സമ്മാനം കിട്ടത്തുള്ളൂ. എങ്ങനെയെങ്കിലും ഓടിയാൽ പോരാ. നമ്മളെല്ലാവരും യേശുക്രിസ്തുവിന് വേണ്ടി ഓടുന്നവരാണെങ്കിൽ നമ്മൾ ആ നിബന്ധനകൾ പാലിച്ച് ഓടാനായിട്ട് ശ്രമിക്കുക. നമ്മൾ യേശുക്രിസ്തു എന്താ പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് സുവിശേഷം പ്രസംഗിക്കാനാണോ പറഞ്ഞത്? യേശുക്രിസ്തു നമ്മൾ എന്ത് പാപം ചെയ്താൽ നമ്മളെ ക്ഷമിക്കുമെന്ന് നമുക്കറിയാം. എന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയും ജീവിച്ച് സുവിശേഷം പ്രസംഗിച്ച് അങ്ങ് തീർക്കാം, അങ്ങ് ചെല്ലാം. ഞാൻ സ്നാനപ്പെട്ടത് കൊണ്ട് ഞാൻ അങ്ങ് സ്വർഗത്ത് ചെല്ലും, അങ്ങനെയൊക്കെയുള്ള ധാരണയിലാണ് കുറെ ആൾക്കാരൊക്കെ ജീവിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ യേശുക്രിസ്തുവിനോട് നമ്മൾ ഓടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എത്ര സ്പീഡുള്ള ഓട്ടക്കാരനായാലും ഈ ഒളിമ്പിക്സിന് നിയമമുണ്ട്. ആ നിയമത്തിന്റെ കീഴിൽ ആ നിയമങ്ങൾ അനുസരിച്ച് ഓടിയാൽ മാത്രമേ അയാൾക്ക് കിരീടം കൊടുക്കത്തുള്ളൂ. അല്ലാതെ നമുക്ക് കിട്ടാതെ ഒളിമ്പിക്സ് മാത്രമല്ല, നമ്മൾ ഏത് മേഖലകളിലായിക്കോട്ടെ നമുക്ക് അംഗീകാരം വേണമെങ്കിൽ നമ്മൾ ആ നിബന്ധനകൾ പാലിച്ചിട്ട് വേണം നമ്മൾ ഓടാനായിട്ട്. ഞാനൊരു കുടുംബത്തിൽ ജീവിക്കുകയാണ്, ഞാനൊരു ഭാര്യയാണ്. ഞാൻ എങ്ങനെയും ജീവിച്ചാൽ ഈ കുടുംബത്തിന്റെ ഭാര്യയോ ഈ കുടുംബത്തിലെ പിള്ളേരുടെ അമ്മയോ ആകത്തില്ല. ഒരു ഭാര്യയ്ക്ക് കുറെ ചുമതലകൾ നമ്മൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അത് ബൈബിൾ ആധികാരികം എടുത്താലും അതിന് നിയമങ്ങളുണ്ട്. ആ നിയമത്തിന്റെ
കീഴിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഞാനൊരു ഉത്തമയായ ഭാര്യയും ഉത്തമയായ അമ്മയോ മകളും ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് ചോറും കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിളമ്പി കൊടുത്ത് തുണി കഴുകി കൊടുത്ത് പാത്രങ്ങൾ കഴുകി എല്ലാം ചെയ്തത് കൊണ്ട് ഞാനൊരു അമ്മയും ഭാര്യയും ആകത്തില്ല. അമ്മയും ഭാര്യയ്ക്കും വേറെ നിബന്ധനകളുണ്ട്. അതെല്ലാം പാലിച്ചാൽ മാത്രമേ ഞാൻ ഒരു അമ്മയോ ഭാര്യയോ ആകത്തുള്ളൂ. അതുപോലെ തന്നെ ഭർത്താവ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി മാസാവസാനം ശമ്പളം കൊണ്ടുവന്ന് പലചരക്കടയിൽ പോയി സാധനം വാങ്ങിച്ച് പച്ചക്കറി വാങ്ങിച്ചു കൊടുത്ത് മീനും ഇറച്ചിയും വാങ്ങിച്ചു കൊടുത്താൽ ഭർത്താവ് പോകും. ഭർത്താവിനും ബൈബിളിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്താൽ മാത്രമേ ഭർത്താവ് ആകത്തുള്ളൂ, കുടുംബനാഥനാകുള്ളൂ. ഏത് മേഖലയിലായാലും നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് സമ്മാനത്തിന് അർഹത കിട്ടുകയുള്ളൂ. എങ്ങനെയും ഭർത്താവാകുക, എങ്ങനെയും ഭാര്യയാകുക, എങ്ങനെയും മകനാകുക എന്നല്ല ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഭാര്യ ആയിരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഭർത്താവായിരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു മകനായിരിക്കേണ്ടത്, എങ്ങനെയാണ് മകളായിരിക്കേണ്ടത്, അമ്മയായിരിക്കേണ്ടത്, അച്ഛനായിരിക്കേണ്ടത്. അമ്മയായാലും അച്ഛനായാലും ബൈബിളില് നിബന്ധന പ്രകാരം ഞാൻ ജീവിക്കുന്നെങ്കിൽ മാത്രമേ, ഒരു കാശുണ്ടാക്കി കൊടുത്താൽ കൊണ്ട് ഒരു അച്ഛനോ അമ്മയോ അപ്പനോ അമ്മയോ ഒന്നും ആകത്തില്ല, ഭാര്യയോ ഭർത്താവോ ഒന്നും ആകത്തില്ല. നിബന്ധനകൾ പാലിച്ച് ജോലി ചെയ്താൽ മാത്രമേ നമ്മൾക്ക് സമ്മാനത്തിന് അർഹത കിട്ടുന്നുള്ളൂ. ചിലപ്പോൾ ചില പിള്ളേർ പറയായിരിക്കും, ചില ആൾക്കാർ പറയും ഭർത്താവ് കുടിച്ചാലും കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന് അങ്ങനെ, യേശുക്രിസ്തു വേറെ കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മളിപ്പോ ഇന്ന് അതിലോട്ട് പോകുന്നില്ല. ഞാൻ നിബന്ധനകൾ പറഞ്ഞ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പം മാസം അവസാനം ശമ്പളം എടുത്ത് വീട്ടിൽ കൊണ്ട് കൊടുത്തത് കൊണ്ട് മാത്രം ഒരു അപ്പനോ ഒരു ഭർത്താവോ ആകുന്നില്ല. രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവിടെ തുണി കഴുകി കൊടുത്ത് തേച്ച് വെച്ചതുകൊണ്ട് ഒരു ഭാര്യയോ അമ്മയോ ആകുന്നില്ല. ക്രിസ്തു യേശുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തില് പറഞ്ഞിരിക്കുന്ന പ്രകാരം, നിയമ പ്രകാരം ജീവിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു ഭാര്യയോ ഒരു അമ്മയോ ഒരു ഭർത്താവോ അച്ഛനോ ആകുന്നുള്ളൂ. നമുക്ക് അടുത്ത വചനത്തിലേക്ക് പോവാം. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. നമ്മള് അധ്വാനിക്കുന്നവര് അതിന്റെ ഫലം കഴിക്കണം. അതായത് നമ്മൾ സുവിശേഷം പ്രസംഗിച്ചാൽ സുവിശേഷത്തിൽ എന്തെങ്കിലും കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും കിട്ടും. യേശു പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അധ്വാനത്തിന്റെ ഫലം ഞാൻ തരും. നമ്മൾ ഒരുപാട് ആഗ്രഹപ്പെടേണ്ട. ഇതിന്റെ യഥാർത്ഥ വ്യാഖ്യാനം അല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇന്ന് പ്രസംഗിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് പറയാണ്. നമ്മൾ നല്ല സുവിശേഷ ജോലിയാണെങ്കിൽ തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞു, നീ മുഴുവൻ സമയം പ്രസംഗിക്കുക, മുഴുവൻ സമയം സുവിശേഷ ജോലി ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തിമോത്തിയോസിനോട് പറഞ്ഞു, നീ ആദ്യം ഫലപ്പെടേണ്ട, നീ കൃഷി ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആദ്യ ഫലം നിനക്ക് കിട്ടും. നീ വിഷമിക്കേണ്ട, നീ ധൈര്യമായിട്ട് നിന്റെ ജോലി നീ ചെയ്തുകൊള്ളുക. അടുത്ത പറയുന്നു, ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക, കർത്താവ് സകലം നിനക്ക് വിവേകം തരും. പൗലോസ് പറയുന്നത് എല്ലാ കാര്യങ്ങളും വേണ്ട വിധം ചെയ്യുവാനായിട്ടുള്ള വിവേകം യേശു ക്രിസ്തു നമുക്ക് തരും. നമുക്ക് അധികം ബുദ്ധിയൊന്നുമില്ല. ഞാൻ പലപ്പോഴും 24 വയസ്സ് മുതൽ സുവിശേഷമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കും. നമ്മൾ പലപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ആൾക്കാർക്ക് ഇടപെടുന്നതായാലും പ്രസംഗിക്കുമ്പോൾ തന്നെ തെറ്റുകൾ പ്രസംഗിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് എന്താ പൗലോസ് പറയുന്നത്, നീ കർത്താവ് സകലത്തിൽ നിനക്ക് കർത്താവ് വിവേകം തരും. പല പ്രാവശ്യം നമ്മൾ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ കത്തോലിക്ക പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് കൊണ്ട് കത്തോലിക്ക പള്ളിയിലാണ് 18 വർഷം പ്രസംഗിച്ചത്. അപ്പൊ എന്തായാലും കത്തോലിക്കരുടെ നിയമപ്രകാരം നിന്നുകൊണ്ടാണ് പ്രസംഗിച്ചത്. ഇപ്പൊ അത് സ്നാനപ്പെട്ട് മാറിയപ്പോഴത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് തെറ്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വേണ്ട സമയത്ത് തെറ്റുകൾ തിരുത്താനായിട്ടും മാറാൻ, അത് നമ്മൾ തെറ്റിപ്പോയത് കൊണ്ട് ഞാൻ ഇനി പ്രസംഗിക്കത്തില്ല. എനിക്ക് പണ്ട് 18 വർഷം ഞാൻ തെറ്റിച്ചാണല്ലോ പ്രസംഗിച്ചത്, അതുകൊണ്ട് ഇനി ഞാൻ യേശുക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കത്തില്ല. നമുക്ക് ഇപ്പം യേശുക്രിസ്തു എനിക്ക് ശക്തി തരും, വേണ്ട വിവേകം തരും, വേണ്ട ജ്ഞാനം തരും. ഇപ്പോൾ എനിക്ക് ഇപ്പൊ വീണ്ടും യേശുക്രിസ്തുവിനോടുകൂടി ഐക്യപ്പെട്ട് സുവിശേഷം വീണ്ടും പ്രഘോഷിക്കാനുള്ള ശക്തി തരും, വിവേകം തരും എന്ന് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നു. അടുത്ത വാക്ക് അതിനുള്ള വായിക്കുക. ദാവീദിന്റെ സന്തതിയായി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവെ ഓർത്തുകൊള്ളുക. അതാണ് സുവിശേഷം. നമ്മളുടെ ജോലി എന്താണ്? നമ്മൾ യേശു ക്രിസ്തുവിനെ പഠിപ്പിക്കുക. യേശു ക്രിസ്തുവിന്റെ
രഹസ്യങ്ങൾ പഠിപ്പിക്കുക, യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുക, യേശുക്രിസ്തു എന്താണ് ലോകത്ത് കൊടുക്കാനുണ്ടായിരുന്നത് അത് നമ്മൾ പകർന്നു കൊടുക്കുക. നമുക്ക് അറിയാവുന്ന കാര്യം, എല്ലാവർക്കും എല്ലാം അറിയത്തില്ല. ഞാൻ എല്ലാം ബൈബിൾ മൊത്തം കാണാതെ പഠിച്ചതിന് ശേഷം മാത്രമേ ഞാൻ സുവിശേഷം പ്രസംഗിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ബൈബിള് മൊത്തം പാലിച്ചതിന് ശേഷം 10 കൽപ്പനകളും പൂർണ്ണമായിട്ടും ഞാൻ പാലിച്ചതിന് ശേഷം മാത്രമേ ഞാൻ സുവിശേഷം പ്രസംഗിക്കത്തുള്ളൂ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇന്ന് നമ്മുടെ സാഹചര്യങ്ങളിൽ പ്രസംഗിക്കുക. എനിക്ക് ഈ ബൈബിൾ മൊത്തം കാണാതെ പഠിച്ചിട്ടാണ് ഞാൻ പ്രസംഗിക്കാൻ ഇറങ്ങിയെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇപ്പോൾ പോലും ഞാൻ ബൈബിൾ വായിച്ചു തീർന്നിട്ടില്ല, മൊത്തം വായിച്ചിട്ടില്ല. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വായിച്ച് എനിക്ക് മറ്റുള്ളവരെ പോലെ എനിക്ക് ഓർമ്മശക്തിയില്ല. ശരിക്കും പറയാം, എനിക്ക് ഓർമ്മശക്തി കുറവാണ്. എങ്കിലും ഞാൻ കുറച്ച് വായിക്കും, എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ പാലിക്കാൻ ശ്രമിക്കും, ഞാനത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അല്ലാതെ ഞാൻ പൂർണ്ണനായതിനു ശേഷം ഞാൻ യേശുക്രിസ്തുവിനെ പോലെ വിശുദ്ധനായതിനു ശേഷമേ വചനം പ്രസംഗിക്കത്തുള്ളൂ എന്ന് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഈ മരണം വരെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, വിശ്വസിച്ചാൽ സ്നാനപ്പെടണം. ഞാൻ പോയി സ്നാനപ്പെട്ടു. എനിക്ക് അന്ന് അത്ര അറിയത്തുള്ളായിരുന്നു, എനിക്ക് അതിന്റെ കൂടുതലൊന്നും അറിയത്തില്ല. ഞാൻ പോയി സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ബൈബിൾ വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ഓരോ കാര്യങ്ങൾ വായിക്കുന്നതനുസരിച്ച് പറഞ്ഞു തന്നു. ഞാൻ ഉൽപ്പത്തി പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഉൽപ്പത്തി പുസ്തകത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. വെളിപാട് വായിച്ചപ്പോൾ വെളിപാടിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. രാജാക്കന്മാരുടെ പുസ്തകം വായിച്ചപ്പോൾ അതിലുള്ള കാര്യങ്ങളുടെ കഥ പറഞ്ഞു തന്നു. പക്ഷെ ഞാൻ രാജാക്കന്മാരുടെ പുസ്തകം എത്തിയപ്പോൾ ഉൽപ്പത്തിയൊക്കെ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നേന്ന് വായിച്ച് എല്ലാം മനസ്സിലായിട്ട് ഞാൻ പ്രസംഗിക്കത്തോളം തീരുമാനിച്ചില്ല. ഇന്ന് ഞാൻ തിമോഥെയോസിന്റെ പുസ്തകമാണ് രാവിലെ വായിച്ചത്. അപ്പൊ എനിക്ക് തോന്നി ഇത് പ്രസംഗിക്കാം. അപ്പൊ ഇന്ന് എനിക്ക് ഇതിനെ കുറിച്ച് കുറച്ച് എനിക്ക് വായിച്ചത് മനസ്സിലായി. അപ്പൊ ഇത് ഞാൻ പ്രസംഗിക്കാം എന്ന് വെച്ച് തിമോഥെയോസിന്റെ പുസ്തകം 1-ാം അധ്യായം പോലും നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് അതിന്റെ വ്യാഖ്യാനം അറിയത്തില്ല. പക്ഷെ ഇത് ഇന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നു. ഞാൻ പൂർണ്ണ ജ്ഞാനിയായതിനു ശേഷമേ ഞാൻ അതിനെ പ്രസംഗിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വാക്ചാതുര്യമില്ല, അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. ചില ആൾക്കാർ പറയും എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് മൈക്കിന് മുമ്പിൽ നിൽക്കാൻ അറിയത്തില്ല. അങ്ങനെ ഇടയിൽ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. വാക്ചാതുര്യം വന്നതിന് ശേഷം മാത്രമേ പ്രസംഗിക്കാവുന്ന ബൈബിളിൽ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവാണ് കേൾക്കുന്ന ജനങ്ങൾക്ക് വേണ്ടത് കൊടുക്കുന്നത്. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ നമ്മള് ഈ ഫേസ്ബുക്കിലൂടെ ചിലപ്പോൾ 1000-500 പേര് ഒരാഴ്ച കാണുന്നുണ്ടായിരിക്കും. 500 പേർക്കുള്ള കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ എനിക്കറിയാം. അത്രയും ബുദ്ധിയുള്ള ആളാണോ ഞാൻ? അല്ലല്ലോ. എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളോട് പോലും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധി എനിക്കില്ല. പരിശുദ്ധാത്മാവാണ് ഈ കേൾക്കുന്ന 500 പേർക്കും 500 രീതിയിൽ അവരുടെ മനസ്സുകളെ സ്പർശിക്കാനായിട്ട് പറയുന്നത്. എന്റെ ജോലി എന്തോ? ഞാൻ ഇന്ന് രാവിലെ വായിച്ചപ്പോൾ എനിക്ക് തിമോഥെയോസിന്റെ 2-ാം അധ്യായം വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഇത് ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം, വരുന്ന പ്രാർത്ഥനയ്ക്ക് വരുന്ന ആൾക്കാരായിട്ട് പങ്കുവയ്ക്കാം. അതുകൊണ്ട് ഞാൻ പങ്കുവയ്ക്കും. എന്റെ ജോലി ഇവിടെ വെച്ച് കഴിഞ്ഞു. കാരണം ഇരിക്കുന്ന നിങ്ങളെ ആരും മാനസാന്തരപ്പെടുത്താനുള്ള പ്രത്യേക മാജിക് ഒന്നും എനിക്കറിയത്തില്ല. അതൊക്കെ യേശുക്രിസ്തുവിന്റെ ജോലിയാണ്. ഞാൻ കേട്ട് മനസ്സിലായി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് ശരിയാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഒറ്റ വാക്ക് പോലും തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം എനിക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമാണ്. 100%, 100% ഉണ്ടായിരുന്നെങ്കിൽ 100% വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള എല്ലാ വാക്യങ്ങളും വള്ളിയോ പുള്ളി, യേശു പറഞ്ഞാൽ വള്ളിയോ പുള്ളിയോ മാറപ്പെടത്തില്ല. ആകാശവും ഭൂമിയും കടന്നു പോയാലും വചനത്തിൽ എഴുതിയിരിക്കുന്ന വള്ളിയോ പുള്ളിയോ മാറിപ്പോകും. നമ്മളിപ്പോ വായിച്ചപ്പോൾ ഗ്രാമർ തെറ്റിപ്പോയെന്നുണ്ട്. അത് വിവർത്തനം ചെയ്തവരുടെ മിസ്റ്റേക്കാണ്. അല്ലാതെ വിശുദ്ധ ഗ്രന്ഥം എഴുതിയ ഭാഷയിൽ ഗ്രീക്ക് ഭാഷയിൽ പോയി നോക്കിയാൽ ചിലപ്പോൾ അതിനകത്ത് ഒരു മിസ്റ്റേക്കും കാണുന്നില്ല. മനുഷ്യനാണ് എഴുതിയത്, അത് വിവർത്തനം ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് തെറ്റുകൾ വരും. അപ്പോൾ നമുക്ക് മലയാളം അറിയാവുന്നവരായതുകൊണ്ട് അറിയാം, മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു വാക്ക് വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് മനസ്സിലാൻ തെറ്റാണ്. ദാവീദിന്റെ സന്തതിയായ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാണ് എന്റെ യേശുവിന്റെ കാര്യങ്ങൾ പറയുന്നതായിരുന്നു പൗലോസിന്റെ സുവിശേഷം. അന്നുണ്ടായിരുന്ന ആൾക്കാർ ഇപ്പൊ റോമയിലെ ജയിലിൽ കടന്നുകൊണ്ടാണ് ഈ എഴുതിയത് നമ്മൾ വിചാരിക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നതാണ്. എനിക്ക് യേശുക്രിസ്തുവിനെ പറയുന്നതാണ് പൗലോസിന്റെ ജോലി. അത് അറിയിക്കുന്നതിൽ
ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ബന്ധനാവസ്ഥനായി കഷ്ടത സഹിക്കുന്നു. എന്തുകൊണ്ടാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത്? യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചത് കൊണ്ടാണ്. കൂടെ കിടക്കുന്ന എല്ലാവരും കുറ്റവാളികളാണ്. എന്തെങ്കിലും മോഷണം ചെയ്തോ, കൊലപാതകം ചെയ്തോ, അല്ലെങ്കിൽ ലഹള ഉണ്ടാക്കിയവരൊക്കെ ആയിരിക്കും ജയിലിൽ കിടക്കുന്ന കൂട്ട് ജയിൽ ആൾക്കാരൊക്കെ. പക്ഷേ പൗലോസ് എന്തിനാണ് കിടക്കുന്നത്? യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചതുകൊണ്ടാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മളെ ഇന്ത്യയിലെ പട്ടാളക്കാരെ ചിലപ്പോൾ അതിർത്തിയിലുള്ള രാജ്യങ്ങളിൽ അവരുടെ ജയിലുകളൊക്കെ കഴിയുന്നുണ്ട്. അവർ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടാണ് അവിടെ കിടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അറിയുന്നവരില്ല, കാരണം പിടിച്ചോണ്ട് പോയാൽ നമ്മൾ അറിയത്തോരില്ലായിരിക്കും. അത് ക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം നമ്മളെ അറിയിക്കണമെങ്കിൽ മാത്രമേ ആയിരിക്കും അവർ നമ്മളെ അറിയിക്കുന്നത്. അല്ലെങ്കിൽ അവരവിടെ വെച്ച് തന്നെ അങ്ങ് കൊന്നവര് തീർക്കത്തേ ഉള്ളൂ ഭടന്മാരെ. അതുപോലെ പൗലോസ് അവർ തെറ്റിയതുകൊണ്ടല്ല, അവർ ഇന്ത്യ സംരക്ഷിക്കുന്ന ഭടനായതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ദാരുണ അന്ത്യം അവർക്ക് കിട്ടിയത്. അതുപോലെ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തു യേശുവിനെ പ്രസംഗിച്ചത് കൊണ്ട്, സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ഈ ജയിലിനകത്ത് കഴിയുന്നു. ഒരു തെറ്റ് ചെയ്തത് കൊണ്ടല്ല. നമ്മളല്ല ചില ആൾക്കാർ എന്തെങ്കിലും കഷ്ടപ്പെടുന്ന അവർ ചെയ്തതിന്റെ പാപത്തിന്റെ ഫലമാണെന്ന് നമ്മൾ ചുമ്മാ തന്നെ പറയും. എല്ലാവരും ലോകത്തുള്ള ആൾക്കാർ പറയും, നമ്മളത് പറയും. അങ്ങനെ ആയിരിക്കണമെന്നില്ല. സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് അതിൻ്റെതായ കഷ്ടപ്പാടുകൾ ഉണ്ട്. അപ്പൊ അത് സഹിക്കണം തന്നെയാണ് തിമോത്തിയെടുത്ത് പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്നത്, ഞാൻ എന്നെ ഒരാളെ അവര് ജയിലിട്ട് പൂട്ടിയത് കൊണ്ട് സുവിശേഷത്തെ ആർക്കെങ്കിലും പൂട്ടാൻ പറ്റുമോ? പൗലോസ് അന്ന് 1-ാം നൂറ്റാണ്ടില് ഇത്രയും സുവിശേഷം ഒരുപാട് രാജ്യങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുകയും ഒരുപാട് സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കുകയും ഒരുപാട് ആൾക്കാരെ ക്രിസ്ത്യാനികളാകുകയും ചെയ്തത് കൊണ്ട് അവരെന്താ ചെയ്ത്? പൗലോസിനെ ജയിലിട്ട് പൂട്ടി. പൗലോസിനെ ജയിലിട്ട് പൂട്ടിയത് കൊണ്ട് സുവിശേഷത്തിനെ പൂട്ടാൻ അവർക്ക് പറ്റിയോ? 2021-ാം വർഷം ജീവിക്കുന്ന നമ്മളും ഇപ്പോൾ സുവിശേഷം കേട്ടോണ്ടിരിക്കുന്നു, സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സുവിശേഷം ഇപ്പോഴും പ്രഘോഷിക്കപ്പെടുന്നു. പൗലോസിനെ മാത്രമേ അവർക്ക്, പൗലോസ് പറഞ്ഞു, എന്നെ അവര് ബന്ധിച്ചു. സുവിശേഷത്തെ അവർക്ക് ബന്ധിക്കാൻ പറ്റത്തില്ല. സുവിശേഷം യേശു എന്താ പറഞ്ഞ, ലോക അവസാനിക്കുന്നത് വരെ ആകാശവും ഭൂമിയും ഇല്ലാതായാൽ പോലും, അത് ഇല്ലാതാകും, ആകുമായിരിക്കും. അതുകൊണ്ടല്ലേ യേശു തന്നെ പറഞ്ഞത്, ആകാശവും ഭൂമിയും മാഞ്ഞു പോയാലും വിശുദ്ധ ഗ്രന്ഥത്തിലിരിക്കുന്ന ഒരു വാക്ക് പോലും തെറ്റിപ്പോകത്തില്ല. യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും, അത് ഭയപ്പെടേണ്ടതൊക്കെ നേരത്തെ നമ്മൾ വായിച്ച്, ഭയപ്പെടേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പൗലോസ് ഭയപ്പെട്ടാണ്. പൗലോസിന് അറിയാമായിരുന്നു, എന്നെ ജയിലിലാക്കിയിരിക്കുന്നത് ഞാനൊരു കുറ്റം ചെയ്തിട്ടുണ്ടല്ല, ഞാൻ 10 കൽപ്പനകൾ ലംഘിച്ചത് കൊണ്ടല്ല, റോമ നിയമങ്ങൾ തെറ്റിച്ചത് കൊണ്ടല്ല, ഞാൻ സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ടാണ് എന്നെ അവർ ജയിലിലിട്ടിരിക്കുന്നത്. പൗലോസ് എന്താ അറിയാൻ, പൗലോസ് എന്താ പറഞ്ഞു, എന്നെ അവർ ബന്ധനത്തിലാക്കി. പക്ഷെ സുവിശേഷം അവർക്ക് ബന്ധനത്തിലാക്കാൻ പറ്റത്തില്ല. സുവിശേഷം പൗലോസ് സംസാരിക്കുന്നത് എഴുതിയതിനു ശേഷം വീണ്ടും 2000 വർഷങ്ങൾ ഇപ്പുറത്ത് നിൽക്കുന്ന നമ്മളും അത് സുവിശേഷം കേൾക്കുന്നുണ്ട്. സുവിശേഷം അവര് ബന്ധിക്കാൻ പറ്റിയില്ല. എത്രയോ ആൾക്കാരെ അവർ കൊന്നു കഴിഞ്ഞു. റോമാക്കാർ മാത്രമല്ല, ഈ 2000 വർഷങ്ങൾക്കിടയ്ക്ക് എത്രയോ രാജ്യങ്ങളില്, അങ്ങ് അമേരിക്ക മുതൽ അങ്ങ് നമ്മൾ ഓസ്ട്രേലിയ വരെ പോയാണെങ്കിൽ ഓരോ രാജ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ എത്രയോ രാജ്യങ്ങൾ സുവിശേഷം പ്രസംഗിച്ച ആൾക്കാര്, നമ്മളെ ഇന്ത്യയിൽ ഉൾപ്പെടെ എത്രയോ ആൾക്കാരെ കൊന്നു കഴിഞ്ഞു. എന്ന് വെച്ച് സുവിശേഷം പ്രഘോഷിക്കപ്പെടാതിരിക്കുന്നുണ്ടോ? എത്ര പേരെ കൊന്നാലും സുവിശേഷത്തിനെ ആർക്കും കൊല്ലാൻ പറ്റുന്നത്. സുവിശേഷം യേശുവിന്റെ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമാണെങ്കിൽ അത് ലോകാന്ത്യത്തോളം ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ അവര് കൂട്ടിച്ചേർക്കാനായിട്ട് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. 10-ാം വാക്യം, അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ള, ബൈബിൾ നോക്കുന്നുണ്ട്, ബൈബിൾ നോക്കുകയാണ്, അത് ഞാൻ പറയുന്നത് ബൈബിളിലുള്ളതാണെന്ന് അറിയട്ടെ. അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ള രക്ഷ നിത്യജയസോടുകൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് ഞാൻ അവർക്കായി സകലം സഹിക്കുന്നു. അപ്പൊ നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് ഇപ്പോഴത്തെ ജീവിക്കുന്ന നമുക്ക് വേണ്ടി അന്ന് പൗലോസ് കഷ്ടതകൾ സഹിച്ച് ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയ ഈ എഴുത്താണ്. അപ്പൊ പൗലോസ് എന്താ പറയുന്നത്? വരാൻ പോണ വിശ്വാസി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് പേര് ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം ഈ സുവിശേഷം എത്തണമെങ്കിൽ പൗലോസ് ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ട്, ഇന്നത്തെ ജയിൽ പോലെ ആയിരിക്കും ഉണ്ടായത്, ഇരുട്ടറയിലൊക്കെ കിടന്നിട്ടായിരിക്കും ഇതൊക്കെ എഴുതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ കിടന്നിട്ട് എഴുതിയത് ആർക്ക് വേണ്ടിയാണ്?
നമുക്ക് വേണ്ടി, ഇന്ത്യയെ കടന്ന് നമുക്ക് വേണ്ടി, ഇന്ത്യക്കാരെ നമുക്ക് വേണ്ടി, നമുക്ക് വായിക്കാൻ വേണ്ടി അന്നേ എഴുതി വെച്ച് പൗലോസ്. അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ള രക്ഷ, യേശു ക്രിസ്തുവിന്റെ രക്ഷ ഇനി എത്ര വർഷം ഈ ഭൂമി ഉണ്ടായിരിക്കും നമുക്കറിയത്തില്ല, പൗലോസിന് അറിയത്തില്ലായിരുന്നായിരിക്കും. പൗലോസ് എത്ര വർഷം കഴിഞ്ഞാലും ക്രിസ്തു യേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോട് കൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് ഞാൻ അവർക്കായി സകലതും സഹിക്കും. നമുക്ക് വേണ്ടി ആര് സഹിച്ചു? പൗലോസ് കഷ്ടതകൾ സഹിച്ചു. നല്ല പഠനമായിട്ട്, നമ്മളെ ഇന്ത്യൻ മിലിറ്ററി ജോലി ചെയ്യുന്ന നല്ലൊരു പട്ടാളക്കാരനെ പോലെ, യേശു ക്രിസ്തുവിന്റെ സൈന്യത്തിലേക്ക് എടുക്കപ്പെട്ട പൗലോസ് നല്ല പഠനെ പോലെ 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ജീവിക്കുന്ന ഇന്ത്യക്കാരായ മലയാളികളായ നമുക്ക് വേണ്ടി അന്നേ കഷ്ടത സഹിച്ച് ഇത് നമുക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ വചനം ഞാൻ എഴുതുന്ന ഈ വചനം വിശ്വാസ യോഗ്യമാണ്. നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കുക. എന്താണ് പറയാനുള്ളത്? യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? യേശുക്രിസ്തു മരിച്ചെന്നുള്ള ഉറപ്പാണ്. റോമാക്കാര് കുരിശിൽ തൂക്കി കൊന്നുള്ളത് ഉറപ്പായിട്ട് കാര്യം. പക്ഷെ ഉറപ്പായിട്ടുള്ള കാര്യം മരിച്ചാണെങ്കിൽ ഉറപ്പായിട്ട് 3-ാം ദിവസം എഴുതിയിട്ടുണ്ട് യേശു. അതാണ് പൗലോസിന് പറയാനുള്ളത്. യേശുക്രിസ്തു മരിച്ചിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ്. ഇതാണ് നമ്മളുടെ വിശ്വാസം. ഇതാണ് പൗലോസിന് ലോകത്തുള്ള സകല ജനങ്ങളോടും ഈ ലേഖനം എഴുതുമ്പോൾ പറയാനുണ്ട്. ജയിലിൽ കിടന്നുകൊണ്ട് എഴുതുമ്പോൾ പറയുന്നത് യേശുക്രിസ്തു മരിച്ചെന്നുള്ളത് ഉറപ്പാണ്, എങ്കിൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതും ഉറപ്പാണ്. പൗലോസ് നേരിട്ട് കണ്ടതില്ല, നേരിട്ട് കണ്ടത് അപ്പോസ്തലന്മാരാണ്. പൗലോസ് നേരിട്ട് കണ്ടില്ലെങ്കിലും പൗലോസ് വെളിപാട് വഴി എനിക്ക് എന്താ യേശുക്രിസ്തു പറഞ്ഞു തന്നു. ആ വെളിപാട് വഴി പറഞ്ഞ് കേട്ടത് പൗലോസ് വിശ്വസിച്ച് നമ്മൾക്ക് പറയാണ്, ഈ സുവിശേഷം വിശ്വാസ യോഗ്യമാണ്. എന്താ വായിച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് നോക്കുക. പൗലോസ് എന്താ എഴുതിയിരിക്കുന്നത്? ഈ സുവിശേഷം വിശ്വാസ യോഗ്യമാണ്. നാം അവനോട് കൂടി മരിക്കുന്നുവെങ്കിൽ അവനോട് കൂടി ജീവിക്കും. നമ്മൾ യേശുക്രിസ്തുവിലാണ് മരിക്കുന്നതെങ്കിൽ, യേശുക്രിസ്തുവിനെ വിശ്വസിച്ചതിന് ശേഷമാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ ഞാനും യേശുക്രിസ്തുവിനെ പോലെ ഉയർത്തെഴുന്നേൽക്കും. സഹിക്കുന്നുവെങ്കിൽ അവനോട് കൂടെ വാഴും. അത് തള്ളി പറയുമെങ്കിൽ അവൻ നമ്മളെ തള്ളി പറയും. നമ്മൾ യേശുവിന്റെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ യേശു നമുക്ക് വേണ്ടി സംസാരിക്കും. നമ്മൾ യേശുക്രിസ്തുവിനെ തള്ളി പറയുകയാണെങ്കിൽ നമ്മുടെ അന്ത്യം ഭയാനകമായിരിക്കും. നമ്മൾ ആ ന്യായാസനത്തിന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ ദൈവമേ എനിക്ക് അറിയാമെന്ന്, എനിക്ക് അവസാനം തെറ്റിപ്പോയി എന്ന് പറയുമ്പോ യേശു മിണ്ടാത്ത അവസ്ഥ എന്ന് ആലോചിച്ചെങ്കിൽ, യേശു ഒന്നും മിണ്ടുന്നില്ല. യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നില്ല. ആ അവസ്ഥ ഭയാനകം. കാരണം നമ്മളും യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല. യേശുക്രിസ്തു എന്താ പറയുന്നത്? ഒരു നിബന്ധനയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്നെ ഏറ്റു പറയുന്നവരെ ഞാനും എന്റെ പിതാവിന്റെ മുമ്പിൽ ഏറ്റു പറയും. എന്നെ കുറിച്ച് കേട്ടിട്ട് ഒന്നും അറിയാത്തവർക്ക് നടന്ന ഞാനും അവിടെ ചെല്ലുമ്പോൾ യേശു ഒന്നും മിണ്ടത്തില്ല. യേശു ഒന്നും മിണ്ടത്തില്ല. അതാണ് ഭയാനകം. യേശു എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എപ്പോഴാണ് നമ്മൾ യേശുവിനെ അറിഞ്ഞ മട്ട് കാണിക്കുമ്പോൾ യേശു നമ്മളെയും അറിഞ്ഞ മട്ട് കാണിക്കും. അല്ലെങ്കിൽ യേശു കുറ്റമൊന്നും പറയാൻ പോകുന്നില്ല. കാരണം കുറ്റം പറയാനുള്ള വേറെ ആളും ഇപ്പോണ്ട്. ആദ്യം മുതലേ നോണയന്റെ പിതാവായ ഒരാളുടെ നിപ്പുണ്ട്. അയാൾ നമ്മുടെ എല്ലാ കുറ്റങ്ങളും പറയും. ടിവിയിലിട്ട് കാണിച്ചു കൊടുക്കുമായിരിക്കും. കമ്പ്യൂട്ടർ സ്ക്രീനിട്ട് എല്ലാം കാണിച്ചു കൊടുക്കും. ആരും ഒന്നും പറയണ്ട. നമ്മൾ കള്ളം പറഞ്ഞതും, മോഷ്ടിച്ചതും, കൊലപാതകം ചെയ്തതും, കള്ളസാക്ഷ്യം പറഞ്ഞതും, വ്യഭിചാരം ചെയ്തതും എല്ലാം അവിടെ ഇട്ട് കാണിച്ചു കൊടുക്കും. അപ്പൊ യേശു എന്താ പറയും? യേശു ഒറ്റ വാക്യം പറഞ്ഞു, പിതാവേ അവൻ എന്നെ വിശ്വസിച്ചു, അവനെ വിട്ടേക്കാൻ പറയും. അല്ലെങ്കിൽ യേശു മിണ്ടത്തില്ല. മിണ്ടാത്തൊരു അവസ്ഥയിലാണ് നമ്മളുടെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ, ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ യേശു മിണ്ടാൻ നിൽക്കുന്നെങ്കിൽ നമ്മുടെ അന്ത്യം ഭയാനകമാണ്. യേശു ഒരു വാക്ക് നമുക്ക് വേണ്ടിയാണ് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഒരു വാക്ക് നമുക്ക് വേണ്ടി പറഞ്ഞാൽ മതി. നമ്മൾ പറയത്തില്ലേ, അവിടെ പോലെ അത് വന്ന് എനിക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞാൽ മതി. യേശു അവിടെ നിൽപ്പുണ്ട്. നമുക്ക് വേണ്ടി ഒരു വാക്ക് പിതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ യേശു മിണ്ടിയില്ലെങ്കിൽ അത് ഭയാനകമാണ്. സഹിക്കുന്നുവെങ്കിൽ അവനോട് കൂടെ വാഴും. നാം തള്ളി പറയുമെങ്കിൽ അവൻ നമ്മളെയും തള്ളി പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായിരിക്കുന്നു.
തന്റെ സ്വഭാവം ത്യജിക്കാൻ അവന് കഴിയില്ലല്ലോ. നമ്മൾ എത്ര അവിശ്വസ്തത കാണിച്ചാലും യേശു ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന നിബന്ധനകൾ അനുസരിച്ചാണെങ്കിൽ യേശു നമ്മളോട് വിശ്വസ്തത കാണിക്കും. അത് പറയാത്ത കാര്യങ്ങളൊന്നും യേശു നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മൾ യേശുവിനെ അറിഞ്ഞ് നമ്മൾ കൊലപാതകം ചെയ്ത് വീണ്ടും കൊലപാതകം ചെയ്ത് വിശ്വാസികളെ കൊല്ലുന്നത് ഇതൊക്കെ ചെയ്ത് നമ്മൾ യേശുവിനെ വിശ്വസിച്ച് നമ്മൾ മാനസാന്തരപ്പെട്ട് യേശുവിനോടുകൂടെ ചേരുകയാണെങ്കിൽ നമ്മൾ രക്ഷ പ്രാപിക്കും. നമുക്ക് രക്ഷ മനഃപൂർവ്വം വേണ്ട, എനിക്ക് അതിനകത്ത് യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളി പറയുന്നത് യേശു എത്ര വിളിച്ചാലും നമ്മുടെ ആട് ഇങ്ങനെ നേരത്തെ ആടിന് ഉദാഹരണം പറഞ്ഞു. ആടിങ്ങനെ പൊയ്ക്കോട്ടെ, നമ്മള് വിളിച്ചോണ്ട് വരിക ആട് പിന്നെ ഓടിക്കളയും, പിന്നെയും വിളിച്ചോണ്ട് വരും, പിന്നെ ഓടിക്കളയും, പിന്നെ ഓടിപ്പോയി ചിലപ്പോ വണ്ടി കഴുകി പെട്ടെന്ന് ചത്തു. എന്തെങ്കിലും ചെയ്യാൻ പറ്റും? യേശു പല പ്രാവശ്യം ശ്രമിച്ച് തിരിച്ചു കൊണ്ടുവരാൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ഈ ആട് സ്വന്തമായിട്ട് പോയി ചന്തി കളഞ്ഞു. അങ്ങനെയാണ് കുറെ ആൾക്കാരുടെ അവസ്ഥ. നമ്മള് ഈ വിളിച്ചോണ്ട് വരുമ്പോ നമ്മൾ കൂടെ വന്ന് രക്ഷപ്പെടാമെങ്കിൽ നമ്മൾ രക്ഷപ്പെടാം. ഇപ്പൊ വചനം കേൾക്കുന്ന ഇവിടെ നിൽക്കുന്നവരായാലും ഓൺലൈനിലൂടെ കാണുന്നവരായാലും യേശു ഇനി യേശു വിളിക്കത്തില്ല, ഇന്നും കൂടെ യേശു വിളിക്കത്തുള്ളെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഏത് അവസാനത്തെ വിളിയായിരിക്കും, ഇനി യേശുവിനെ വിളിക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ വിവേകത്തോടുകൂടി ചിന്തിച്ച് യേശു ഇന്ന് തന്നെ യേശുവെ ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, യേശുവെ ഞാൻ അങ്ങ് എന്നെ രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടിയാണ് അങ്ങ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ് അങ്ങ് 2000 വർഷങ്ങൾക്ക് മുമ്പ് റോമാക്കാരുടെ ക്രൂരമായ മരണത്തിന് വിധിക്കപ്പെട്ട് മരിക്കേണ്ടി വന്നത്, യേശുവെ അങ്ങ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞാൽ മാത്രം മതി, നമ്മൾ ഇന്ന് രക്ഷപ്പെടും. അത്രയെങ്കിലും നമ്മൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് യേശുവിന് ഹൃദയം കൊടുക്കുക. നമ്മുടെ പാപങ്ങളുടെ ഒരു കണക്കും യേശു നോക്കുന്നില്ല. നമ്മൾ ഇന്ന് തീരുമാനിക്കുക, യേശുവെ ഇന്ന് ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, യേശുവെ ഇന്ന് ഞാൻ എൻ്റെ ജീവിതം അങ്ങേക്ക് വേണ്ടി തരുന്നു.